Hi friends, welcome back to a new video. Some of you had asked me that what I am going to do after my plus 2 board exam. So this video is all about that. So let's look into the video. ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇപ്പോൾ ചേർന്നിരിക്കുന്നത് ബ്രില്യൻറ്റിലാണ്. നീറ്റ് 2026 റിപ്പീറ്റേഴ്സ് ബാച്ചിലാണ് ഞാൻ ചേർന്നിരിക്കുന്നത്. അവിടെ ജൂൺ 9-നാണ് ക്ലാസ് തുടങ്ങിയത്. ഞാൻ ഡേ സ്കോളറായിട്ടാണ് അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് എന്നും പോയിട്ട് വരാവുന്ന ദൂരം തന്നെയാണ് അങ്ങോട്ടുള്ളൂ. അവിടെ മൊത്തം 27 സ്റ്റഡി മെറ്റീരിയൽസ് ആണ് വരുന്നത്. ആദ്യം കുറച്ച് ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഉച്ചവരെയാണ് ക്ലാസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അവിടെ ഞങ്ങൾക്ക് യൂണിഫോം ഉണ്ട്. ഞങ്ങൾക്ക് അവിടെ വീക്കിലി എക്സാംസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് വീക്കായ കാരണം ആദ്യത്തെ 2 ആഴ്ച എടുത്ത ടോപ്പിക് അനുസരിച്ചിട്ടാണ് എക്സാം വരുന്നത്. ഫസ്റ്റത്തെ എക്സാം വരുന്നത് ഞങ്ങൾക്ക് ജൂൺ 23-നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് പഠിച്ചു തുടങ്ങിയത്. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ നല്ലൊരു മഴയായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ തന്നെ പുറത്തൊക്കെ പോയിരുന്ന് കുറച്ച് നേരം മഴയൊക്കെ നോക്കിയിരുന്ന് അതുപോലെ തന്നെ ചായയൊക്കെ കുടിച്ചിട്ട് നേരെ പഠിക്കാനിരിക്കുകയാണ് ചെയ്തത്. മാക്സിമം ബാക്ക്ലോഗ്സ് ഇല്ലാണ്ട് അവർ എടുക്കുന്ന പോർഷൻസ് അപ്പോൾ കവർ ചെയ്ത് അതുപോലെ തന്നെ എക്സാമിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യണമെന്നുണ്ട്. ഡേ സ്കോളർ ആയതുകൊണ്ട് തന്നെ മൺഡേ ടു ഫ്രൈഡേ പോയിട്ട് വരുമ്പോൾ ചെറിയ ക്ഷീണമുണ്ട്. ഇനി അതൊന്ന് യൂസ്ഡായിട്ട് വരണം. സോ ശനി ഞായറും നമുക്ക് സ്റ്റഡി ലീവായിട്ട് തരുന്ന കാരണം അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ ഞാൻ ഇന്നലെ രാത്രി പഠിച്ചു വെച്ച NCERT വായിക്കാനാണ് ഞാൻ തീരുമാനിച്ചത്. ഇന്ന് കെമിസ്ട്രിയിലാണ് ഞാൻ ആദ്യമായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ NCERT വായിക്കുന്നതിനോടൊപ്പം ക്ലാസ്സിൽ നിന്ന് എഴുതിയിരിക്കുന്ന നോട്ട്സ് ഞാൻ ഒപ്പം റെഫർ ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് അവർ തന്നിരിക്കുന്ന മെറ്റീരിയൽസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യണം. അതുപോലെ തന്നെ ലെക്ചർ നോട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വായിക്കണം. മാക്സിമം റിസോഴ്സസ് അവരുടെ ഭാഗത്ത് നിന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് വളരെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇനി വേണ്ടത്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് റിസൾട്ട് ഉണ്ടാവുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ടൈം അത്രയും നമ്മൾ അവർ തന്നിരിക്കുന്ന മെറ്റീരിയൽസ് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നീറ്റ് പരീക്ഷയ്ക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ കൺസെപ്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാനാണ് ഇനി നോക്കേണ്ടത്. അതുപോലെ തന്നെ NCERT നല്ല രീതിക്ക് വായിക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടൈം കിട്ടുമ്പോൾ ഒന്നല്ലെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്യാം, അല്ലെങ്കിൽ NCERT വായിക്കാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഫസ്റ്റത്തെ എക്സാം 23-നാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യണമെന്നുണ്ട്. ഫസ്റ്റത്തെ എക്സാം ആയ കാരണം നല്ല എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. എല്ലാ ടോപ്പിക്ക് പഠിക്കുമ്പോഴും കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാനെന്നാണ് അവർ പറയുന്നത്. കാണാപ്പാടം പഠിച്ചിട്ട് ഒരിക്കലും പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും സംശയം വന്നു കഴിഞ്ഞാൽ ചോദിക്കാൻ വേണ്ടിയിട്ട് തന്നെ അവരുടെ ലേണിംഗ് ആപ്പിൽ അതിനുള്ള ഫീച്ചേഴ്സും ഉണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ചും പേടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഓഫ്ലൈൻ ബാച്ച് ആയ കാരണം നമുക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് തന്നെ ക്ലിയർ ചെയ്യാം. മാക്സിമം നമ്മൾ NCERT നല്ല രീതിയിൽ വായിച്ച് അത് നമുക്ക് പറ്റാവുന്ന അത്ര തറോ ആക്കാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നീറ്റ് പോലെ വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന കാരണം വളരെ നന്നായിട്ട് നമ്മൾ എഫേർട്ട് ഇടേണ്ടതായിട്ട് വരുന്നുണ്ട്. സോ നമ്മൾ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. നമുക്ക് എന്തൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടോ നമ്മൾ അതൊക്കെ വെച്ചിട്ട് പഠിക്കാനാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബുക്സ് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് അവിടെ ലൈബ്രറി ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ എൻ്റെ സ്റ്റഡി പ്ലാൻ. ഹോപ്പ് യു ഓൾ ലൈക്ക് ദിസ് വീഡിയോ. പ്ലീസ് ഡു ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. Thanks for watching.